وصلى الله على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. وإنه لتذكرة للمتقين وإنه لحسرة على القوم. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ലോകം ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലാത്ത വിധം ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ റമദാനിൽ, അതിന്റെ തൊട്ടടുത്ത റമദാനുകളിലും ഇസ്രായേൽ നടത്തിയ നരനായാട്ട് നമ്മളൊക്കെ കണ്ടത്. അന്ന് ഫലസ്തീനിലെ ഗസയിലെ തകർക്കപ്പെട്ട ബിൽഡിങ്ങുകൾക്കിടയിൽ അല്പസമയം ഒരാശ്വാസമുണ്ടായ സമയത്ത് റമദാനിലെ നോമ്പ് തുറക്കു വേണ്ടി, തറാവീഹ് നമസ്കാരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ജനത ഒരുമിച്ച് കൂടിയ കാഴ്ച ലോകത്തെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാര്യം നമ്മൾ മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ഒരാളുടെ ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കലായിട്ട് നമുക്ക് വേണ്ടുന്ന ഭക്ഷണം, നമുക്ക് താമസിക്കാനുള്ള പാർപ്പിടം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യർ അവരുടെ ജീവിതത്തിലെ മറ്റു ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാം. റോഹിംഗ്യയിലെ മുസ്ലിങ്ങളോ ഫലസ്തീനിലെ മുസ്ലിങ്ങളോ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങളോ അവരുടെ ബേസിക് നീഡ്സുകൾ, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണമോ താമസിക്കാൻ ആവശ്യമായ പാർപ്പിടമോ അവരുടെ ജീവിതത്തിന് അനിവാര്യമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും സൃഷ്ടാവിലേക്ക്, നാഥൻ തമ്പുരാനിലേക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന, ഇബാദത്തിൽ മുഴുകുന്ന അവരുടെ ജീവിതം ലോകത്തിൽ നിങ്ങളൊരു ചോദ്യചിഹ്നമാണ്. എങ്ങനെ സാധിക്കുന്നു എന്നാണ് ലോകം ചോദിക്കുന്നത്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇത് കഴിയുന്നു? അതൊരു അത്ഭുതം. നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസികൾക്ക് റമദാൻ നൽകുന്ന, വിശ്വാസം നൽകുന്ന കരുത്ത്, അത് ലോകത്തെ മറ്റൊരു ജനവിഭാഗത്തിനും കിട്ടാത്ത അത്രമാത്രം വലിയ ഈമാനിന്റെ കരുത്താണ്. പ്രതിസന്ധികളുടെ ജീവിതത്തിൽ നിത്യവും നമുക്ക് സംഭവിക്കാനിരിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ മനുഷ്യകുലത്തിന് പൊതുജീവിതത്തിന്റെ ചരിത്രം, ഇനി എങ്ങനെയാണ് ടെൻഷൻ അതിജീവിക്കുക, ക്ലേശങ്ങളെ അതിജീവിക്കുക. ആദം നബിക്ക് അത് അറിയില്ലായിരുന്നു. അള്ളാഹ് പറഞ്ഞത്, ലോക ജനതയോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഫമൻ ഇത്തബഅ ഹുദായ, സന്മാർഗത്തെ പിന്തുടരുന്ന ആളുകൾക്ക് വല യദില്ലു വല യഷ്ക, അവർ പിഴച്ചു പോവില്ല, അവർക്ക് ക്ലേശിക്കേണ്ടി വരില്ല. നേർമാർഗത്തെ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ ക്ലേശിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ റമദാനിലാണ്. നമ്മുടെ ടൈം ഷെഡ്യൂൾ സാധാരണ നിലക്കുള്ള ടൈം ഷെഡ്യൂളിന് വ്യത്യസ്തമാണ്. നമ്മൾ മഗ്‌രിബിന് തുടങ്ങിയാൽ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നോമ്പ് മുറിച്ചാൽ പിന്നെ ഈ സമയം വരെ, ഇപ്പൊ ഏതാണ്ട് 9:30 നമ്മൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ 10 മണി 10:30 മണിയാവും നമ്മൾ കിടക്കാൻ തുടങ്ങുന്ന നേരത്ത് അലാറം വെക്കുമ്പോൾ ആ അലാറത്തിന്റെ ലക്ഷ്യം അത്താഴാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മനുഷ്യ ജീവിതത്തിലെ ടൈം ഷെഡ്യൂൾ മൊത്തത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയാക്കുക, പടച്ചോന് വേണ്ടിയാവുക. അതാണ് റമദാന്റെ ഒരു പ്രത്യേകത. അവിടുന്ന് പകൽ മുഴുവൻ നമ്മൾ നോമ്പെടുക്കുക, പടച്ചോന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ നോമ്പെടുക്കുക. ഈ രാത്രി നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തറാവീഹ് നമസ്കാരത്തിൽ ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുടെ പ്രവാചകൻ വാഗ്ദാനം ചെയ്യുന്ന, ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കതബല്ലാഹു ലഹു ഖിയാമ ലൈല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സും ശരീരവും രാവും പകലും പടച്ചവന് വേണ്ടി മുഴുവനായും നമ്മൾ മാറ്റിവെക്കുന്നുവെന്നാണ് റമദാന്റെ പ്രത്യേകത. നമുക്കൊരു സെൽഫ് കൺട്രോൾ, സാധാരണ ഐക്യു പറയും, മനുഷ്യന്റെ ഒക്കെ ഐക്യു, ആ ഐക്യന്റെ അപ്പുറം ഇക്യു ഉണ്ട്, ഇമോഷണൽ കൺട്രോൾ വരുത്തുന്ന, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ റമദാനിന്റെ അപാരമായ കഴിവാണ് ഖുർആനും ഹദീസും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് നിറച്ചു വെക്കുന്നത്. നമുക്ക് വയറ് കാലിയും നിറഞ്ഞ മനസ്സ്, നമ്മുടെ വയറ് കാലിയും നമ്മുടെ തലച്ചോറ് നിറഞ്ഞു നിൽക്കുന്നതുമാണ്. ഈ തലച്ചോറ് അല്ലാത്ത സമയത്ത് നിറഞ്ഞേക്കാറുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചിന്തയും വികാരങ്ങളുമാണ് നമ്മുടെ വൈകാരികമായി നമുക്ക് ഉണ്ടാവാറ്. പക്ഷെ റമദാനിൽ അതിന് മാറ്റം വരുന്നത് നമ്മുടെ ഹൃദയം മുഴുക്കെ അള്ളാഹുവിനോടുള്ള ദിക്റിലാണ്, അള്ളാന്റെ ഹിസാബിനെ കുറിച്ചുള്ള തഫക്കുറിലാണ്. സാധാരണ SLC പരീക്ഷയും +2 പരീക്ഷ ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഈ ചൂടത്ത്, വെയിലത്ത് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ വിജയിപ്പിക്കട്ടെ, നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മക്കളുടെ ഒക്കെ ഒരു
ജീവിതം നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഈ നോമ്പൊക്കെ നോക്കി മക്കൾ എങ്ങനെയാ ഈ പരീക്ഷ എഴുതുക, രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ എങ്ങനെ ഇരിക്കുക. പക്ഷെ നമ്മൾ കാണുന്ന ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ വിശ്വാസികളായ ആളുകൾ അവരേർപ്പെടുന്ന വിഷയങ്ങളിൽ സാധാരണ കാണിക്കുന്ന ഊർജ്ജസ്വലതയുടെ അപ്പുറം ഊർജ്ജസ്വലത അവരുടെ റമദാനിലെ പ്രവർത്തനങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതൊരു അത്ഭുതമാണ്. വയറിൽ ഒന്നുമില്ലാതെ വെള്ളം കുടിക്കാതെ. ഇപ്പൊ ജൂതന്മാരുടെ നോമ്പിനെ പറ്റി പറയുന്നുണ്ട്. ജൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തരായ ആളുകൾ 24 മണിക്കൂർ നോമ്പ് എടുക്കും. 24 മണിക്കൂർ നോമ്പ്. ആ 24 മണിക്കൂർ നോമ്പിൽ ഭക്ഷണം ഒഴിവാക്കും, വെള്ളം കുടിക്കും. മറ്റു മതവിഭാഗങ്ങൾ അങ്ങനെയുണ്ട്, വെള്ളം കുടിക്കുന്ന നോമ്പ്, ചില ഭക്ഷ്യവസ്തുക്കൾ മാത്രം ഉപേക്ഷിച്ച് നോമ്പ്. പക്ഷെ വിശ്വാസികളുടെ നോമ്പിന്റെ ഒരു പ്രത്യേകത എല്ലാം ഒഴിവാക്കുകയാണ് പകലും മുഴുവൻ. പക്ഷെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഊർജ്ജസ്വലതക്ക് ഒട്ടും കുറവില്ല. ഞാൻ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മന ഇങ്ങനെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട്, പടച്ചോന്റെ ദിക്ർ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായി മാറുകയും അങ്ങനെ ഒഴിഞ്ഞ ജീവിതം, പടച്ചോന് വേണ്ടി ഒഴിഞ്ഞൊരു ജീവിതം. പക്ഷെ ചിലർക്ക് അത് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഹദീസ് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനാവശ്യ വാക്കും പ്രവൃത്തി ഒഴിവാക്കുന്നില്ലെങ്കിൽ പടച്ചോ നിങ്ങളെ വിശപ്പ് വേണ്ട. എത്ര നോമ്പുകാരനാണ്, എത്ര നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരക്കാരാണ്, അവർക്ക് വിശപ്പല്ലാതെയില്ല, അവർക്ക് ഉറക്കമൊഴിച്ചതല്ലാതെയില്ല. ഇത് പറയുന്നത് നമ്മുടെ വൈകാരിക നിയന്ത്രണം നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ നോമ്പിന് ഫലമില്ല. യുവാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയാം, കൗമാരക്കാര്, അതൊരു പ്രത്യേക ഏജിന്റെ ഒരു സമയമാണല്ലോ. ആ ഏജ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചില മോശമായ ചിന്തകളും ചില പ്രവർത്തനങ്ങളും ഉണ്ട്. റസൂലുള്ള പറഞ്ഞൊരു കാര്യം നമുക്കൊക്കെ അറിയാം. എനിക്ക് 15 മിനിറ്റാണ് സമയമുണ്ട്. ഞാൻ ഒരു വിഷയത്തെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തില് വിവാഹം കഴിക്കാൻ പറ്റുന്ന ആൾക്ക് വിവാഹം കഴിക്കണം. ആ വിവാഹം കഴിച്ചാൽ എന്താ ഗുണം? നിങ്ങളുടെ ലൈംഗികാവയവത്തിന്റെ സുരക്ഷയാണ്, കണ്ണിന് മറയാൻ. ഇനി അതിന് കഴിയില്ലെങ്കിൽ അവരുടെ മേൽ നോമ്പ് നിർബന്ധം. അതവർക്ക് പരിചയം, നോമ്പ് പരിചയം. ഈ നോമ്പ് പരിചയാകുന്നില്ലെങ്കിൽ, മറ്റു കാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി തന്റെ ജീവിതത്തിലുള്ള അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നോമ്പ് കാരണമായി തീരുന്നില്ലെങ്കിൽ നോമ്പ് അവർക്ക് വൃഥാവില്ല. അതുകൊണ്ട് ഫലമില്ലാത്ത ആളുകളായിട്ട് മാറും. മനുഷ്യ മനസ്സിന് ഏറ്റവുമേറെ ശാന്തത പ്രദാനം ചെയ്യുന്ന, നമ്മൾ ഇന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളറിയാം, രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. കുറെ ആൾ യോഗ ചെയ്യാൻ പോകണം, കുറെ ആൾ റോട്ടിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകണം, കുറെ ആൾ മെഡിറ്റേഷന് പോകണം. എന്താ ലോകത്തെ മനുഷ്യർക്കൊക്കെ മനസ്സമാധാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഈ മരിക്കുമ്പോ വിശ്വാസികളായ ആളുകളുടെ മനസ്സിലും മരിക്കുമ്പോഴുള്ള ആഗ്രഹം ശാന്തതയോടുകൂടി മരിക്കണം എന്നാണ്. അവിശ്വാസികളായ ആളുകളുടെ മനസ്സിലെയും വിചാരം എന്താ? മരിക്കുമ്പോൾ ശാന്തരായിട്ട് മരിക്കണം എന്നാണ്. ഈ ശാന്തത കൈവരണമെങ്കിൽ, മനുഷ്യ മനസ്സിന് ശാന്തത കൈവരണമെങ്കിൽ, മതം നമ്മുടെ മുമ്പിലേക്ക് നിഷ്കർഷിക്കുന്നത് പടച്ചവൻ, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു, പടച്ചവൻ എന്നെ കാണുന്നു, അവന്റെ പ്രൊട്ടക്ഷനിലാണ് ഞാനുള്ളത്, അവനാണ് എല്ലായ്പ്പോഴും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിൽ എപ്പോഴും പീസാണ്, എപ്പോഴും സമാധാനം. നമ്മുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഇപ്പൊ ഇവിടെ പള്ളിയിൽ വരാൻ കഴിയാത്തവരുണ്ട്. അള്ളാഹു ശിക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയാത്ത, ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറയാണ് നിങ്ങൾ നോമ്പ് എടുക്കരുത്, നിങ്ങളുടെ ശരീരത്തിന് നോമ്പ് താങ്ങൂല എന്ന് പറഞ്ഞാൽ പോലും അത് നോമ്പ് ഉപേക്ഷിക്കാൻ വലിയ മാനസിക വിഷമമാണ് നമുക്ക്. എന്നാൽ ചില മനുഷ്യർ അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ പോലും നമ്മൾ നോമ്പില്ലാത്ത ഒരാളായി റമദാനിൽ കഴിയേണ്ടി വന്നാൽ പോലും വിശ്വാസിക്കും മനസ്സിന് സമാധാനം ഉണ്ടാവും. കാരണം എന്താ? അയാളുടെ ആരോഗ്യസ്ഥിതിയിൽ, അയാളുടെ ശാരീരികമായ നല്ല അവസ്ഥയിൽ അയാൾക്ക് നോമ്പായിരുന്നു, അയാൾ നമസ്കരിക്കുന്ന ആളായിരുന്നു, അയാൾ ഖുർആൻ ഓതുന്ന ആളായിരുന്നു, ക്ലാസ് കേൾക്കുന്ന ആളായിരുന്നു. ഇപ്പൊ അയാൾക്ക് ഇരിക്കാൻ വയ്യ, ഇപ്പൊ അയാൾക്ക് ഒരു കാര്യത്തെ കേൾക്കാൻ വയ്യ. അത്തരം ഒരു സാഹചര്യത്തിൽ അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകുന്നു. മനുഷ്യ ജീവിതത്തിലെ ഏതവസ്ഥയിലും നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. നമ്മൾ നമ്മുടെ ടൈമിനെ ഒട്ടും വേസ്റ്റ് ആക്കാതെ, നമ്മുടെ സമയത്തെ ഒട്ടും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിന് വേണ്ടി സംതൃപ്തിയോടുകൂടിയുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഗുഡ് ഹാബിറ്റ്സുകൾ, നല്ല ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. ഈ റമദാൻ നമുക്കതിന് കഴിഞ്ഞില്ല, പിന്നെ ഒരിക്കലും കഴിയില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യനും അവനവനെ ഇടകേറി പരിശോധിക്കാം. സാധാരണ ഈ ഹത്തീവന്മാര് പുകവലിക്കുന്ന ആൾക്കാരെ ആക്ഷേപിച്ച് പറയാ, മറ്റേതെങ്കിലും നിലക്കുള്ള ദൃശ്യമുള്ള ആൾക്കാരെ ആക്ഷേപിച്ച് പറയുമ്പോൾ ചിലർ അതേ എടുക്കുന്ന ഒരു നെഗറ്റീവ് സെൻസിലായിരിക്കും. നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റേണ്ടുന്ന ശീലമാണ്. ആ ശീലങ്ങൾ ഈ റമദാനിൽ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരുക എന്നതാണ് റമദാനിന്റെ ലക്ഷ്യം. ഇപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പ് പടച്ചവന്റെ സാക്ഷി പറയും. എന്താ പറയുന്നത്? ആ ആള് നോമ്പും മറ്റത് അയാളുടെ
ങ്ങളെയും താല്പര്യങ്ങളെയും എല്ലാം അയാൾ മാറ്റിവെച്ചത് പടച്ചവന്റെ കൂലിക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്ക് അള്ള കൂലി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ ആ കൂലി കിട്ടണമെങ്കിൽ നമ്മൾ മോശം എല്ലാ ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഏറെ സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ കാരണം ഒക്കെ നെഗറ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന കമന്റുകൾ. ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുന്നുണ്ട്, ഒപ്പം നമ്മൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ നമ്മളോട് സംസാരിക്കുന്ന സംസാരത്തിൽ നെഗറ്റീവ് അഫർമേഷൻ, മോശമായ കുറെ കമന്റുകൾ നമ്മൾ ഇങ്ങനെ കൊടുക്കും. വേണ്ടാത്ത കുറെ കാര്യങ്ങൾ. റമദാനിൽ എന്ത് ഒഴിവായതെന്ന് വെച്ചാൽ ആ മോശം കമന്റ് ഒഴിവായി. നമ്മൾ നമുക്ക് നൽകുന്ന കമന്റുകളിൽ മോശം കമന്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കൊടുക്കുന്ന ഒക്കെ പോസിറ്റീവ് കമന്റുകൾ, നല്ല നിർദ്ദേശം. 30 ദിവസം തുടർച്ചയായി പോസിറ്റീവായ കമന്റുകൾ നമ്മൾ ഇങ്ങനെ നമുക്കിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അതിന്റെ ഒപ്പം ഇങ്ങനെ ദുആ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആ വർധനവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ റമദാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന ക്ഷമയാണ്, സഹാനുഭൂതിയാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിശക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കണം. ഒന്ന് നോമ്പെടുക്കുന്ന ഒരാൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സഹാനുഭൂതി എങ്ങനെ വർക്കൗട്ട് ആവണമെന്ന് ഒരാളുടെ സ്വജീവിതത്തിലൂടെ അയാൾക്ക് ബോധ്യമായി തീരുന്നതാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആവശ്യമുള്ളത് ക്ഷമയാണ്. കയർക്കുന്നവനോട് നിങ്ങൾ പറയണം, ഇന്നീസ്വായിമൻ, ഞാൻ നോമ്പുകാരനാണ്. അസ്സിയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. വിശ്വാസികളോട് ഖുർആന്റെ കൽപ്പനയായി നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക. അള്ളാന്റെ അടുത്ത്, പടച്ചവന്റെ അടുത്ത് ഈ സബറിന് വലിയ കൂലിയാണ്, പടച്ചവന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ച്. അതോടൊപ്പം തവക്കുലല്ലാഹുവിൽ, പടച്ചവനിൽ വരമേൽപ്പിക്കാം. ഇത് വിശ്വാസിക്ക് മാത്രം പറ്റുന്ന കാര്യം. മനുഷ്യരുടെ ഉത്കണ്ഠയിൽ ഒരു 99% ഉത്കണ്ഠ എന്താണെന്നറിയോ? നാളത്തെ എന്റെ ബിസിനസ് എന്താവും, നാളത്തെ എന്റെ കാര്യം എന്താവും, എന്റെ മക്കളെ കഥ എന്താവും, മക്കളെ കഥ എന്താവും, ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ ഉണ്ടാവും. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കും, പടച്ചവനിൽ ഏൽപ്പിക്കും. ഖുർആൻ പറഞ്ഞത് ആരല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നുവോ അവർക്ക് അള്ളാഹു മതിയായവരാണ്. പടച്ചവനിൽ തവക്കുൽ ചെയ്യുന്നവരാണ് അവർ. എനിക്ക് നേരില്ലാത്തവരുടെ ഒറ്റരായത്തും അതിന്റെ അർത്ഥവും മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, ഇസ്ലാമിക വിരോധികളെല്ലാം മുസ്ലിങ്ങളെ പ്രഹരിക്കാനുള്ള അവസരമായിട്ട് റമദാനിൽ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാം. റമദാൻ നോമ്പ് സമ്മാനമായിട്ടാണ് പലപ്പോഴും മുസ്ലിം ലോകത്തേക്ക് യുദ്ധത്തിന്റെ കെടുതികൾ വരാറ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കുറച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഒന്നായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച പടച്ചോ കേൾക്കും. പ്രിയപ്പെട്ടവർ, അള്ളാഹു ഇതിന് നാദം തമ്പുരാന്റെ അടുത്തൊരു തടസ്സം, ഒരു പ്രതിരോധം സൃഷ്ടിക്കപ്പെടുക തന്നെ ഒരു സംശയം നമുക്ക് വേണം. അല്ലെങ്കിൽ കൊച്ചു രാജ്യ ഫലസ്തീന് ഇത്ര വലിയ രാജ്യം എന്ന് പറയാവുന്നത് ഇസ്രായേലിന്റെ ആയുധങ്ങൾ, അതിന്റെ ആയുധക്കൂമ്പാരങ്ങൾ മുഴുക്കിയിട്ട് ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയാത്ത പടച്ചവന്റെ അടുത്തുള്ള പ്രതിരോധം കൊണ്ട് തന്നെ. ഞാനിത് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ടെൻഷനെ ഖുർആൻ പറയുന്നത് ഒരു പ്രതിവിധി കൂടി നമ്മുടെ മുമ്പിൽ വെക്കാനാണ്. 14-ാം അധ്യായം സൂറത്തുൽ ഇബ്രാഹിം അതിന്റെ 13-ാമത്തെ വചനം, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, നിഷേധികളായ ആളുകൾ ദൂതന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിന, നിങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ പുറത്താക്കും, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. അല്ലെങ്കിൽ നിങ്ങൾ മതം മാറിയിട്ട് ഗർവാപ്പസ്യാണ്, നിങ്ങൾ നമ്മളെ മതത്തിലേക്ക് വരണം. രണ്ടിലൊരു വഴി നിങ്ങൾക്കുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഈ മതം വിട്ടു പോകണം, ഈ രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പഴയ മതത്തിലേക്ക് വരണം എന്ന് നിഷേധികൾ നിങ്ങളോട് പറയുന്നു. അള്ളാഹു അവരിലേക്ക് വഹീ നൽകിയിരിക്കും. അക്രമികളെ അള്ളാഹു നശിപ്പിക്കുമെന്ന്, അവർക്ക് ശേഷവും അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ താമസിപ്പിക്കും. രണ്ട് കണ്ടീഷൻ, രണ്ട് വ്യവസ്ഥ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ലിമൻ ഖാഫ മഖാമി, എന്റെ സ്ഥാനത്തെ ആർ പേടിക്കുന്നുവോ, വഖാഫ വഈദ്, എന്റെ താക്കീദിനെ ആർ ഭയപ്പെടുന്നുവോ, അവർക്ക് പടച്ചവനെ കുറിച്ച് ജീവിച്ചാൽ, നിങ്ങൾ അള്ളാന്റെ സ്ഥാനത്ത് ഭയപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെ വിജയം തരും. പ്രവാചകന്മാർ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദുർവാശിക്കാരായ സർവാധിപതികളെ അള്ളാഹു പരാജയപ്പെടും. ഇത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്കുള്ള പ്രവാചകന്മാരുടെ കഥ വിശദീകരിക്കാൻ നമുക്ക് ഇത്തരൊരു വിഷയം ഒരു 15 മിനിറ്റിൽ ഒതുക്കിയിട്ട് സംസാരിക്കാൻ പ്രയാസം നമുക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചിത്ര മാത്രമേ ഉള്ളൂ. പരിശുദ്ധ റമദാൻ നമ്മുടെ മനസ്സിന് കരുത്ത് നൽകുന്ന റമദാനാണ്. ഇതിന്റെ എല്ലാ ആന്തരിക സത്യയും ഒന്നുപോലും ചോർന്നു പോവാതെ എന്നിലേക്കും നിങ്ങളിലേക്കും ആവാഹിക്കാൻ
നമ്മൾ പരിശ്രമിക്കണം. കഠിനമായ ഒരു ശ്രമം ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഒരു അവസരം കിട്ടിയിട്ട് അതിന്റെ നന്മയും പാഴാക്കി കളയുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. അള്ളാഹുവിന്റെ എല്ലാ പുണ്യത്തെയും കരകരമാക്കാൻ നമുക്ക് തോന്നിക്കുന്നത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയാതെ നമ്മൾ സംഭവിച്ചു പോയ ബന്ധങ്ങളെ അതൊക്കെ നമുക്ക് പുറത്തുമാക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അർഹമായ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പ്രദാനം ചെയ്യണമേ. കഠിനമായ താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ പറഞ്ഞ പരീക്ഷിക്കല്ലേ. ആയികമായി ലോകത്ത് നാളിയുടെ ഭാരത ലോകത്ത് വിജയികളായി മരിക്കുമ്പോൾ ഷഹാദ ചൊല്ലി എന്നെ കണ്ടുമുട്ടുന്ന എന്റെ പ്രിയപ്പെട്ട ദാസന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാനല്ല. ഞങ്ങളുടെ മരണവരണം തൊട്ടടുത്ത് ഷഹാദത്തിന്റെ മോഹനം കൊടുത്താൽ മറ്റാരുമില്ലെങ്കിൽ കുറച്ചനെ ഞങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കാനല്ല. നിന്റെ ഇഷ്ടവചനം ചൊല്ലി നിന്നെ കണ്ടുമുട്ടുന്ന നിന്റെ പ്രിയപ്പെട്ട ഈ ഭാവങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കാനല്ല. നമ്മുടെ തെറ്റായ രീതിയിൽ കണ്ടാരെങ്കിലും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ ഞങ്ങളുടെ മാപ്പാക്കടയാകാം. കൂടുതൽ ആളുകൾക്ക് ദീനത്തെ വെളിച്ചത്തിൽ കൊടുക്കാനുള്ള മഹാഭാഗ്യം അനുഗ്രഹിക്കാൻ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ശാന്തിയോടെ സമാധാനത്തോടെ പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുവാനും ജീവിതക്കാലം വിവാദത്തിൽ കൊള്ളുവാനുള്ള തോന്നിപ്പിൽ നൽകി അനുഗ്രഹിക്കാനും അള്ളാഹ് നിർഭയം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമുക്ക് കാണുന്ന ചോദിക്കുന്നു. ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മാനെ പ്രധാനാദിന ഇതിന്റെ ആസനത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.